പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ കഴിഞ്ഞ 4 ആഴ്ചകളിൽ നമ്മുടെ വ്യാഴാഴ്ച ശുശ്രൂഷകളിൽ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പല കുട്ടികൾക്കും പ്രകടമായ വിധത്തിൽ ദൈവശക്തി അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പല പാരൻസും പറയുകയുണ്ടായിട്ടോ. ഇന്ന് തുടങ്ങി നമ്മൾ ഈ ആഴ്ചകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കടബാധ്യതയിൽപ്പെട്ട് വരുമാനമാർഗങ്ങൾ വറ്റി വരണ്ട ഒരുപാട് കുടുംബങ്ങൾ ഈ നാളുകളിൽ അച്ഛൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് നമ്മുടെ താമസ ധ്യാനം കൂടിയവരും അതുപോലെ കുറേ മക്കൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ചകളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വരുമാനമാർഗങ്ങൾ വറ്റി വരണ്ട കുടുംബങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മക്കബായരുടെ 2-ാം പുസ്തകം, അതിൽ 12-ാമത്തെ അധ്യായം 45-ാമത്തെ തിരുവചനം. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. എന്നിട്ട് പറയാണ്, അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഇത് യൂദാസ് മക്കബേയൂസ് പറയുന്ന കാര്യമാണ്. അതായത് നമുക്കറിയാലോ, പഴയ നിയമത്തിലെ മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ട് ശക്തമായ പ്രബോധനം നൽകുന്ന ഒരു പുസ്തകമാണ് മക്കബായരുടെ പുസ്തകം. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ടുള്ള ചിന്ത, ആ ഒരു ബോധ്യം അനേകരിൽ നിന്ന് പിശാച് എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് മെയ് മാസത്തിലേക്ക് നമ്മൾ ഇന്നലെ പ്രവേശിച്ചില്ലേ. മെയ് 1, ഇന്നലെ മെയ് 1, ഇന്ന് മെയ് 2. വണക്കമാസമൊക്കെ ചെല്ലുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇടവപ്പള്ളിയിൽ വണക്കമാസമൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുത്തേക്കണം കേട്ടോ. പിന്നെ കുടുംബ പ്രാർത്ഥനകളിൽ അത് ഷോർട്ടായിരിക്കും. പള്ളികളിൽ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ മുഴുവൻ വണക്കമാസമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയോട് കൂടെ പിടിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ഈ വണക്കമാസത്തിൽ, ഈ മെയ് മാസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, അമ്മേ, ഞങ്ങൾക്ക് മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ ബോധ്യം കിട്ടിയാൽ എല്ലാം കിട്ടി സഹോദരങ്ങളെ. ആ ഒരു അഭിഷേകം നമുക്ക് സമൃദ്ധമായിട്ടുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ വീഡിയോ കാണുന്ന ഓരോ മകനും മകൾക്കും കർത്താവ് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നൽകണമേ. പിന്നെ പ്രിയ സഹോദരങ്ങളെ, ഒരു വളരെ പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ നെടുംതൂണായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൻജീസ് സിസ്റ്റർ വന്നിട്ട് നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് 5 വർഷക്കാലം ആയി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് സിസ്റ്ററിലൂടെയാണ് ശരിക്കും സെൻറ്റർ, അച്ഛൻ നമ്മുടെ സെൻറ്ററിലെ ശുശ്രൂഷകളും പുറത്തെ ശുശ്രൂഷകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓടി നടക്കുമ്പോൾ നമ്മളുടെ സെൻറ്ററിൽ ശരിക്കും ഫുൾ ടൈം നിന്ന് ഈ ശുശ്രൂഷാലയത്തെ സ്നേഹിച്ച് വളർത്തിയത്, വളക്കൂറിട്ട് ശരിക്കും ജീവൻ കൊടുത്ത് വളർത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൻജീസ് ആണല്ലോ. അപ്പോൾ 5 വർഷത്തിൻ്റെ അതിന് ശേഷം നോർമലായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. സിസ്റ്റർ പുതിയ ശുശ്രൂഷ മേഖലയിലേക്ക് സിസ്റ്റർ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ, ഇന്ന് വ്യാഴാഴ്ച, നമ്മളിന്ന് പ്രത്യേകമായിട്ട് ബലി അർപ്പിച്ച് സിസ്റ്ററിലൂടെ ഈശോ നമ്മുടെ ഈ സെൻറ്ററിന് അനേകം അഭിഷേകങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് താമസിച്ചുള്ള ധ്യാനങ്ങൾ, അതുപോലെ തന്നെ വൺഡേ ശുശ്രൂഷകൾ. ഞാൻ ഓർക്കുകയാണ്, നമ്മളൊരു കാലഘട്ടത്തിന് ശേഷം, കോവിഡിനൊക്കെ ശേഷം താമസിച്ചുള്ള ശുശ്രൂഷകളൊക്കെ ആരംഭിക്കാനായിട്ട് സിസ്റ്റർ എടുത്തിട്ടുള്ള ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിനൊക്കെ ഓർത്ത് ശരിക്ക് നമുക്ക് നന്ദി പറഞ്ഞ് ഇന്ന് നന്നായിട്ട് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങളെ പ്രത്യേക അച്ഛനും പറയാനുള്ളത്, ഇത് നിങ്ങൾ കേൾക്കുന്നവരെ സ്നേഹപൂർവ്വം മറ്റുള്ളവരെ അറിയിക്കണം. സാധിക്കുന്നിടത്തോളം എന്താ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് യേശുവിനെ നമുക്കതിനെ ഓർത്ത്, സിസ്റ്ററെ പ്രതി യേശുവിനെ നമുക്ക് നന്ദി പറഞ്ഞ് ബലിയർപ്പിക്കാം കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴുന്നേക്കും. ആമേൻ.